ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ മീൻ എങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചെറിയ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. മീൻ ഫ്രഷ് ആണോ എന്നറിയാനായിട്ട് നമുക്ക് തലയുടെ ഭാഗത്തുള്ള പൂ നോക്കുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം നമുക്ക് ഈ ചിറകുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ ഒരു സിസർ യൂസ് ചെയ്താണ് ഈ ചിറകൊക്കെ കട്ട് ചെയ്ത് കളയുന്നത്. ഇനി ഒരു കത്തി കൊണ്ട് നമുക്ക് ഈ മീനിൻ്റെ മുകളിലുള്ള ചുണ്ണാമ്പൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. സാധാരണ നെയ്മീനിൻ്റെ സ്കിൻ ആരും റിമൂവ് ചെയ്യാറില്ല, പക്ഷേ ഇത് ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലുള്ള ചെറിയൊരു ലെയർ തൊലി ഞാനിവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഇതേപോലെ തലയുടെ ഭാഗത്തായിട്ടൊരു കട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ സ്കിൻ റിമൂവ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്കിൻ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഫ്ലഷ് കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി മീനിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യാനായിട്ട് തല കട്ട് ചെയ്ത് മാറ്റാം. ആ ചിറകിൻ്റെ സൈഡിലായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. തലയുടെ കൂടെ ചേർന്നിരിക്കുന്ന പല്ലൂടെ നമുക്ക് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഈ പൂവും കൂടെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കൈ കൊണ്ട് നമുക്ക് എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ ഒരു സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്തും കളയാം. ഇനി ഇതേപോലെ ഒരു സ്ലിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് വയറിൻ്റെ അകമെല്ലാം ക്ലീൻ ചെയ്യാം. ഇനി വാല് കട്ട് ചെയ്ത് മാറ്റാം. നെമ്മീൻ്റെ പൂവും നമുക്ക് കറിയിലേക്ക് ഇടാം. ഇനി ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വെള്ളത്തിൽ കാണിച്ചതിന് ശേഷം ബാക്കിയുള്ള സ്കിന്നോ ചുണ്ണാമ്പോ നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. തലയുടെ അകവും നമുക്ക് വെള്ളത്തിൽ കാണിച്ച് നല്ലപോലെ ഉലച്ച് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണമെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാം. കുറച്ച് മൂർച്ചയുള്ള കത്തി കൊണ്ട് നമുക്ക് ഫ്ലഷ് ഒന്നും പോവാണ്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്നോ കോൾഡ് സ്റ്റോറേജിൽ നിന്നോ വാങ്ങുന്ന മീനാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതേപോലെ ചട്ടിയിലൊന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഫിഷ് എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇത് എസ്പെഷ്യലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കറിക്കായാലും ഫ്രൈക്കായാലും നമുക്ക് ഈ പീസുകൾ യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.